ഐതിഹ്യമാല അധ്യായം 4. ഭർതൃഹരി. ഭർതൃഹരി ആദ്യമേ തന്നെ നിത്യബ്രഹ്മചാരിയായിരുന്നുവെന്നും അദ്ദേഹം ആദ്യ വിവാഹം കഴിക്കുകയും ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിച്ച് കുറച്ചുകാലം ഇരിക്കുകയും ചെയ്തതിനു ശേഷം പിന്നീട് വിരക്തനും സന്യാസവുമായി തീർന്നതാണെന്നും ഇങ്ങനെ രണ്ടു വിധം കേൾവിയുണ്ട്. അദ്ദേഹം ഐഹിക സുഖങ്ങളെ ഉപേക്ഷിച്ച് വിരക്തനായി തീർന്ന് ഒരു കാരണവും ചിലർ പറയുന്നുണ്ട്. താഴെ പറഞ്ഞുകൊള്ളുന്നത് അവയാണ്. ഒരു ദിവസം ഒരു യോഗീശ്വരൻ ഭർതൃഹരിയുടെ ഗൃഹത്തിൽ വന്നു. ആ യോഗി ഒരു മാമ്പഴം ഭർതൃഹരിയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ഈ മാമ്പഴം തിന്നാൽ ജനനരകൾ കൂടാതെ എന്നും ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞ് ഉടനെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. യോഗി പോയതിനു ശേഷം ഭർതൃഹരി കുറച്ചുകാലം കഴിയുമ്പോൾ എൻ്റെ പ്രിയതമ്മ വാർദ്ധക്യം നിമിത്തം ജനനരകളാൽ ബാധിച്ചതായി മരിച്ചു പോകുമല്ലോ. അവൾ മരിച്ചിട്ട് പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തിനാണ്? അതിനാൽ ഈ മാമ്പഴം അവൾക്ക് കൊടുക്കണം. അവൾ എന്നും ജീവിച്ചിരിക്കട്ടെ. ഇങ്ങനെ വിചാരിച്ച ആ മാമ്പഴം ഭാര്യയ്ക്ക് കൊടുക്കുകയും അതിൻ്റെ മാഹാത്മ്യം ഇപ്രകാരമാണെന്ന് അവളെ ധരിപ്പിക്കുകയും ചെയ്തു. ഭർതൃഹരി അസാമാന്യമായി സ്നേഹിച്ചതും പതിവ്രത ശരിമോണി എന്ന് വിശ്വസിച്ചും വെച്ചിരുന്ന ആ ഭാര്യയ്ക്ക് ഒരു ജാരനുണ്ടായിരുന്നു. അവൻ ഭർതൃഹരിയുടെ അശ്വപാലകൻ അല്ലെങ്കിൽ കുതിരക്കാരൻ തന്നെയായിരുന്നു. മാമ്പഴം കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും അതിൻ്റെ മാഹാത്മ്യത്തെപ്പറ്റി അറിയുകയും ചെയ്തപ്പോൾ പുച്ഛലിയായ സ്ത്രീ, നമ്മുടെ ജാരം മരിച്ചിട്ട് പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തിനാണ്? അവനെന്നും ജീവിച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ച് ആ മാമ്പഴം ആരും അറിയാതെ ജാരനെ വരുത്തി അവന് കൊടുക്കുകയും അതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ഗ്രഹിപ്പിക്കുകയും ചെയ്തു. ആ കുതിരക്കാരൻ എൻ്റെ ഭാര്യ മരിച്ചിട്ട് പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തിനാണ്? അവളെന്നും ജീവിച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ച് അത് അവൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു. കുതിരക്കാരൻ്റെ ഭാര്യ ഭർതൃഹരിയുടെ ഭവനത്തിലെ അടിച്ചുതളിക്കാരിയായിരുന്നു. അവൾ അവിടെ വന്ന് അടിച്ചു തളി കഴിഞ്ഞ് അവളുടെ വീട്ടിലേക്ക് പോയ സമയത്താണ് കുതിരക്കാരൻ ഈ മാമ്പഴം അവൾക്ക് കൊടുത്ത് അതിൻ്റെ മാഹാത്മ്യത്തെ ധരിപ്പിച്ചത്. ഭർതൃഹരി പുറത്തെവിടെയോ പോയി തിരിച്ചു വരുമ്പോൾ മാർഗമധ്യേ ആ സ്ത്രീ ആ മാമ്പഴവും കൊണ്ട് പോകുന്നത് കണ്ടു. മാമ്പഴം കണ്ടപ്പോൾ അത് തനിക്ക് യോഗി തരികയും താൻ ഭാര്യയ്ക്ക് കൊടുക്കുകയും ചെയ്തതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയാൽ അദ്ദേഹം അവളോട്, നിനക്ക് ഈ മാമ്പഴം എവിടുന്ന് കിട്ടി എന്ന് ചോദിച്ചു. ഇതെനിക്കെൻ്റെ ഭർത്താവ് തന്നതാണ് എന്ന് മാത്രം പറഞ്ഞിട്ട് അവൾ പോയി. ഭർതൃഹരി സ്വഗൃഹത്തിൽ വന്നതിനു ശേഷം കുതിരക്കാരനെ വരുത്തി ആ മാമ്പഴം അവൻ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു. ആദ്യമൊക്കെ അവൻ ചില വ്യാജങ്ങൾ പറഞ്ഞുവെങ്കിലും ഒടുക്കൽ ഭർതൃഹരിയുടെ നിർബന്ധവും ഭീഷണിയും കൊണ്ട് വാസ്തവം തന്നെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭർതൃഹരിക്ക് വളരെ വ്യസനമുണ്ടായി. കഷ്ടം, ഞാൻ അത്രമാത്രം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന ഈ കുലടയാണല്ലോ. സ്ത്രീകളെ ഒരിക്കലും വിശ്വസിക്കുവാൻ പാടില്ല. കഷ്ടം, ഇവൾക്ക് വിരൂപനും തൻ്റെ ഭൃത്യനുമായി ഈ നീചങ്കനാണല്ലോ അഭിനിവേശമുണ്ടായത്. ആശ്ചര്യം തന്നെ. ഇവൻ ഇവളുടെ ജാരനല്ലെങ്കിൽ ഇവൾക്ക് ഇവനോട് ഇത്രയും സ്നേഹം തോന്നും. ഈ മാമ്പഴം ഇവന് കൊടുക്കുവാനും ഇടയില്ല. ഏതായാലും ഇതിനെക്കുറിച്ച് ഇപ്പോഴൊന്നും പറയണ്ട എന്നിങ്ങനെ വിചാരിച്ച് അദ്ദേഹം കുതിരക്കാരനെ പറഞ്ഞയച്ചിട്ട് ശയനഗൃഹത്തിൽ പോയി വിചാരാമഗ്നനായി കിടന്നു. കുതിരക്കാരൻ ഈ ഉണ്ടായ സംഗതിയെപ്പറ്റിയെല്ലാം ഒരു ദാസി മുഖേന ഉടനെ ഭർതൃഹരിയുടെ ഭാര്യയെ ഗ്രഹിപ്പിച്ചു. തൻ്റെ വ്യാജ പ്രവൃത്തികളെല്ലാം ഭർത്താവ് അറിഞ്ഞു എന്നറിഞ്ഞപ്പോൾ അവൾക്ക് വളരെ വ്യസനവും ഭയവുമുണ്ടായി. ഇത് നിമിത്തം തൻ്റെ ജാരന് കഠിന ശിക്ഷയും തനിക്ക് ദുര്യശസ്സും ഉണ്ടാകുമെന്ന് ഇവ രണ്ടും ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഭർത്താവിൻ്റെ കഥ ഉടനെ കഴിക്കണമെന്നും അവൾ നിശ്ചയിച്ചു. ഉടനെ അവൾ വിഷം ചേർത്ത് ഒരു ഓട്ടട അല്ലെങ്കിൽ ഒരു പലഹാരമുണ്ടാക്കി. ഭക്ഷണം തയ്യാറാക്കുവാൻ കുറച്ച് താമസമുണ്ട്, വയറ് കയാതിരിക്കട്ടെ, ഇത് തിന്നോളൂ എന്ന് പറഞ്ഞ് ആ പലഹാരം ഭർതൃഹരിയുടെ കയ്യിൽ കൊടുത്തു. അങ്കനാജനത്തോളം ദുർബുദ്ധി മറ്റാർക്കുള്ളൂ. ഭർതൃഹരി പലഹാരം കയ്യിൽ വാങ്ങിക്കൊണ്ട് ഇവൾ എന്നെ കൊല്ലുവാനായി വിഷം കൂട്ടി ഉണ്ടായിരിക്കുന്നതാക്കി തന്നിരിക്കണമെന്ന് വിചാരിച്ചു. ഇനി ഇവളുടെ സഹവാസം ഉപേക്ഷിക്കുക തന്നെയാണ് യുക്തം. സംശയമില്ല, 4 ആശ്രമങ്ങൾക്കുള്ളിൽ തന്നെ ഉത്തമവും സുഖപ്രദവും ദുഃഖരഹിതവുമായിരിക്കുന്നത് ചതുർത്ഥാശ്രമം തന്നെയാണ്. അതിനാൽ അജിരേണനെ അതിനെ സ്വീകരിക്കണം. ഇത് മനസ്സുകൊണ്ട് നിശ്ചയിച്ചിട്ട് ഓട്ടപ്പം വിട്ടേച്ചിടും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എണീറ്റ് പുറത്തേക്ക് നിന്നു. ആ പലഹാരം പുരയുടെ ഇറമ്പിൽ തിരികെ വെച്ചിട്ട് അദ്ദേഹം ഭിക്ഷ വാങ്ങി ഭക്ഷിക്കുന്നതിനായി ഒരു ചട്ടി കയ്യിലെടുക്കുകയും അതുകൊണ്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഭർതൃഹരി പിടിക്കും പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പുരയ്ക്ക് തീപിടിക്കുകയും സർവസ്വവും ഭസ്മമായി ശേഷിക്കുകയും ചെയ്തു. അനന്തരം ഭർതൃഹരി സന്യാസ വൃത്തിയോടും കൂടി ഭിക്ഷയെടുത്ത് ഭക്ഷണം കഴിച്ചും പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു. ഒടുക്കം അദ്ദേഹം ഭിക്ഷ യാചിച്ചു വാങ്ങി ഭക്ഷണം കഴിക്കുന്നത് യുക്തമല്ലെന്നും വല്ലവരും വല്ലത് കൊണ്ടുവന്നു തന്നെങ്കിൽ മാത്രം ഭക്ഷിച്ചാൽ മതിയെന്നും നിശ്ചയിച്ച് പരദേശത്തുള്ള ഒരു മഹാക്ഷേത്രത്തിൽ, ചിദംബരമാണെന്നാണ് ചിലർ പറയുന്നത്,
ആ ക്ഷേത്രത്തിൽ ചെന്നു ചേർന്നു. അവിടെ കിഴക്കേ ഗോപുരത്തിൽ പട്ടണത്തു പിള്ള എന്ന് പ്രസിദ്ധനായ സന്യാസി ശ്രേഷ്ഠൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിനാൽ ഭർതൃഹരി പടിഞ്ഞാറേ ഗോപുരത്തിൽ പോയി തന്റെ ചട്ടിയും മുമ്പിൽ വെച്ചിട്ട് അവിടെ ഇരുന്നു. ആ ചട്ടിയിൽ വല്ലവരും വല്ല ഭക്ഷണ സാധനവും കൊണ്ടു ചെന്നിട്ടാൽ ഭർതൃഹരി അതെടുത്ത് ഭക്ഷിച്ചിരുന്നു. അതിലാരും ഒന്നും കൊണ്ടുചെന്ന് ഇട്ടുകൊടുത്തില്ലെങ്കിൽ അദ്ദേഹം ഭക്ഷിക്കാറുമില്ല. ഭക്ഷണം കൂടാതെ അദ്ദേഹം അനേക ദിവസങ്ങൾ കഴിച്ചു കൂട്ടുകാറുണ്ടായിരുന്നു. എന്നാൽ അതുകൊണ്ട് അദ്ദേഹത്തിന് വിശേഷിച്ച് യാതൊരു സുഖക്കേടും ക്ഷീണവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഒരു ദിവസം ഒരു ഭിക്ഷക്കാരൻ അവിടെ കിഴക്കേ ഗോപുരത്തിൽ ചെന്ന് പട്ടണത്ത് പിള്ളയോട് ഭിക്ഷ യാചിച്ചു. അപ്പോൾ പട്ടണത്ത് പിള്ള, ഞാനും തന്നെ പോലെ തന്നെ ഭിക്ഷക്കാരനാണ്, തനിക്ക് തരുന്നത് എൻ്റെ കൈവശം യാതൊന്നുമില്ല എന്നും. എന്നാൽ പടിഞ്ഞാറേ ഗോപുരത്തിൽ ഒരു ധനികൻ ഇരിക്കുന്നുണ്ട്, അവിടെ ചെന്ന് ചോദിച്ചാൽ അദ്ദേഹം വല്ലതും തരുമായിരിക്കുമെന്ന് പറഞ്ഞു. ഉടനെ ആ ഭിക്ഷക്കാരൻ പടിഞ്ഞാറേ ഗോപുരത്തിൽ ഭർതൃഹരിയുടെ അടുക്കൽ ചെന്ന് ഭിക്ഷ ചോദിച്ചു. അപ്പോൾ ഭർതൃഹരിയും, ഭിക്ഷ കൊടുക്കുന്നതിന് എൻ്റെ കൈവശം ഒന്നും തന്നെയില്ല, ഞാനും തന്നെ പോലെ ഒരു ദരിദ്രനാണ് എന്ന് പറഞ്ഞു. ഉടനെ ഭിക്ഷക്കാരൻ, അങ്ങൊരു ധനവാനാണെന്ന് കിഴക്കേ ഗോപുരത്തിലിരിക്കുന്ന മനുഷ്യൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ താന് ചട്ടി വെച്ചുകൊണ്ടിരിക്കുന്നത് പോലെ പട്ടണത്ത് പിള്ള ഇങ്ങനെ പറഞ്ഞതാണെന്നും വിരക്തന്മാർക്ക് ഇങ്ങനെ ഒരു ചട്ടി വെച്ചുകൊണ്ടിരിക്കുക അയുക്തവും അനാവശ്യമാണെന്നും ഇങ്ങനെ ഒരു പാത്രം വെച്ചുകൊണ്ടിരുന്നാൽ വല്ലവരും വല്ലതും തന്നാൽ കൊള്ളാമെന്നുള്ള തനിക്ക് ആഗ്രഹമുണ്ടെന്ന് മനസ്സിലാകുന്നതാണെന്നും പിള്ളയുടെ അഭിപ്രായമെന്ന് മനസ്സിലാകുകയാൽ ഇനി ഇതിരുന്നിട്ട് ആരും ഇങ്ങനെ പറയാനിടയാകരുത് എന്നും പറഞ്ഞ് അദ്ദേഹം ആ ചട്ടിയെടുത്ത് ഒരേറ് കൊടുത്തു. മൺപാത്രമായ ചട്ടി ഉടഞ്ഞു തകർന്നുപോയി. അത് പറയണ്ടല്ലോ. പിന്നെ ഭർതൃഹരി ആജീവനാന്തോ ആ പുണ്യക്ഷേത്ര സന്നിധിയിൽ ഇരുന്നുവെന്നും അദ്ദേഹത്തിന്റെ വിശിഷ്ട കൃതികളെല്ലാം അദ്ദേഹം അവിടെ ഇരുന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണെന്നുമാണ് കേൾവി. ഇതോടുകൂടി ഐതിഹ്യമാല 4-ാം അധ്യായം തീർന്നു. ഇനി 5-ാം അധ്യായമാണ് ആധ്യാത്മ രാമായണം. തുടരും.